കോഴിക്കോട് വടകര വക്കീൽ പാലത്തിന് സമീപം പുഴയിൽ 2 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറുക്കോത്ത് കെ.സി. ഹൌസിൽ ഷമീറിന്റെയും മുംതാസിന്റെയും മകൾ ഹൗവ ഫാത്തിമയാണ് മരിച്ച നിലയിൽ കണ്ടത്. മേഘ മാധവൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ, ഇതെങ്ങനെയാണ് സംഭവം? കാവ്യ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കുഞ്ഞിനെ കാണാതായത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിന് തൊട്ടടുത്ത പുഴയിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 വയസ്സുകാരിയായ ഹവ്വ ഫാത്തിമയാണ് മരിച്ചത്. കുറെ സമയമായി കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാനില്ലായിരുന്നു. പുഴയ്ക്ക് സമീപത്ത് പോയി കുട്ടി കളിക്കാറുണ്ടായിരുന്നു എന്നതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. വീട്ടിന്റെ മുൻഭാഗത്ത് 50 മീറ്ററോളം അകലെയുള്ള പുഴയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നിലവിൽ മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദുരൂഹതകൾ ഒന്നും ഇല്ല എന്നതാണ് പ്രാഥമികമായി പോലീസ് ഉൾപ്പെടെ പറയുന്നത്. കാരണം ഈ കുട്ടി ആ പുഴയ്ക്ക് സമീപത്ത് വെച്ച് ഇടയ്ക്കിടെ കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കാല് തെറ്റി പുഴയിലേക്ക് വീണതാവാം എന്നതാണ് തൊട്ടടുത്തുള്ള പുഴയാണ്. കാവ്യ, വീടിനോട് ചേർന്നാണ് ഈ പുഴ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി ആ ഭാഗങ്ങളിൽ ഇടയ്ക്കിടെ പോയി കളിക്കാറുണ്ടായിരുന്നു എന്നതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. വലിയ ദൂരം ഒന്നുമില്ല പുഴയും വീടും തമ്മിൽ. ഒരു സമയത്ത് കുട്ടിയെ കാണാതാവുന്നു. കുട്ടിയെ ഒറ്റയ്ക്ക് കളിക്കുകയായിരുന്നു എന്നതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. ഒരു സമയം കുട്ടിയെ കളിക്കാൻ വിട്ടതിന് ശേഷം പിന്നീട് ബന്ധുക്കൾ തിരഞ്ഞപ്പോഴാണ് കുഞ്ഞിനെ കാണാതായ വിവരം അറിയുന്നത്. ഇതേ തുടർന്ന് പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകര വക്കീൽ പാലത്തിന് സമീപം വീടിനോട് ചേർന്നുള്ള പുഴയ്ക്ക് സമീപം കളിക്കുകയായിരുന്ന 2 വയസ്സുകാരി ഇപ്പോൾ ഈ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കുറുക്കോത്ത് കെ.സി. ഹൌസിൽ ഷമീറിന്റെയും മുംതാസിന്റെയും മകൾ ഹൗവ ഫാത്തിമയാണ് മരിച്ചത്.